ഹായ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് സ്റ്റവ് ഒന്നും കത്തിക്കാതെ തന്നെ വെറും 2 മിനിറ്റിൽ അതും ഒറ്റ ബൗളിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന 2 റെസിപ്പീസാണ് കേട്ടോ. പെട്ടെന്നൊരു പഴം പുഴുങ്ങിയെടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തിരക്കാണ്. മറ്റേ സ്റ്റീമർ എടുക്കാനും സ്റ്റീമർ കഴുകാനും ഗ്യാസ് സ്റ്റവ് കത്തിക്കാനും ഒന്നും മെനക്കെടണ്ട. അത് ആ പഴം എടുത്തു, ഒരുപാട് പഴുത്തതാവരുത്, ആവശ്യത്തിന് പഴുത്ത പഴമായിരിക്കണം. പിന്നെ അത് രണ്ടറ്റം ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടാണ് രണ്ടറ്റവും മുറിച്ചത്. എന്നിട്ട് നമ്മളുടെ ആവശ്യമനുസരിച്ചിട്ട് എത്ര വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാണോ അത്രയും കഷ്ണങ്ങളാക്കുക. തോല് കളഞ്ഞിട്ട് എടുക്കേണ്ടവർക്ക് തോല് കളഞ്ഞ് വെക്കാം. പക്ഷേ തോലോടുകൂടി വെക്കുമ്പോഴാണ് നല്ല ടെക്സ്ചറായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. വെറും 2 മിനിറ്റ് വെച്ചാൽ മതി. പിന്നെ ചില മൈക്രോവേവിൻ്റെ പവർ അനുസരിച്ചിട്ടും പഴത്തിൻ്റെ പഴുപ്പ് അനുസരിച്ചിട്ടും ചിലപ്പോൾ 1-2 സെക്കൻഡുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കും. എന്തായാലും ഞാൻ 2 മിനിറ്റ് സെറ്റ് ചെയ്യും. എന്നിട്ട് സ്റ്റീം വരുമ്പം എടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റീമും വരും, അതോടൊപ്പം തന്നെ നല്ല ഇതുണ്ടോ സ്റ്റീം വരുന്നുണ്ടോ, അതോടൊപ്പം തന്നെ നല്ല പഴം പുഴുങ്ങിയ മണവും കൂടെ വരും കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ തുറന്നെടുക്കണം. ഒരുപാട് പിന്നെ വെച്ചോണ്ടിരിക്കുക. അത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പഴം അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതാ നല്ല കറക്റ്റ് പഴമായിട്ടുണ്ട്. ഇനി കണ്ടോ, ഈ ഒരൊറ്റ ബൗളിൽ തന്നെ സെർവും ചെയ്യാൻ നമുക്ക് ആകെ ഒരേ ഒരു പാത്രം കൊണ്ട് തന്നെ നമുക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടിപൊളിയല്ലേ. ഇനി അടുത്തത് എൻ്റെ ഗാർഡനിൽ നിന്ന് പറിച്ച ചീര അങ്ങനെയാണ് ഞാൻ തോരൻ വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതാ ചീര, പച്ചച്ചീരയാണ് എനിക്ക് കൂടുതലും കിട്ടിയത് കേട്ടോ. എന്നിട്ട് ഞാനൊരു സവാള അരിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് 2-3 പച്ചമുളക്, പിന്നെ ഒരു വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചീരയുടെ കൂടെ അരിഞ്ഞിടാവുന്നതാണ്. ഞാനത് മറന്നു പോയതുകൊണ്ട് അറിയാതെ അരച്ചു പോയി കേട്ടോ. മീൻസ് അരപ്പിൻ്റെ കൂടെ ഇട്ട് പോയി. ഇതാ ഒരു അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് തേങ്ങ ഉപയോഗിക്കാൻ താല്പര്യമുള്ളതനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ഇട്ടു. പിന്നെ ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകം കൂടി ഇടാം. ജസ്റ്റ് ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന് കേട്ടോ. ഇനി നമുക്ക് ഉള്ളി വഴറ്റാനുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഉള്ളി വഴറ്റാനായിട്ട് ആദ്യം തന്നെ ഒരു നല്ല മൈക്രോവേബിളായിട്ടുള്ള ബൗൾ എടുക്കണം. എന്നിട്ട് അതിലേക്ക് എണ്ണ സ്പ്രേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രം എണ്ണ സ്പ്രേ ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ വെച്ചാലും മതി കേട്ടോ. ഉപ്പൊന്നും ഇപ്പോൾ ഇടുന്നില്ല ഞാൻ. എന്നിട്ട് അത് അങ്ങനെ തന്നെ വെച്ചിട്ട് മൈക്രോവേവിൽ വെച്ചിട്ട് ബൗള് ലിഡ് വെക്കണേ. ലിഡ് ചെയ്യാതെ ഒന്നും കുക്ക് ചെയ്യരുത് കേട്ടോ. മൈക്രോവേബിളായിട്ടുള്ള ലിഡൊക്കെ ഇപ്പോൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇതാ വെച്ച് 1 മിനിറ്റ് വെച്ചാൽ അത് കണ്ടോ, നല്ല സ്റ്റീം വന്നതുണ്ടല്ലോ. കൈയൊന്നും പൊള്ളിയത് അതാണ് ഞാനിങ്ങ് മാറ്റിയത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ വെറുതെ കൈ കൊണ്ട് എടുക്കരുത്, ഗ്ലൗസ് ഇട്ടിട്ടോ ഇതുപോലെ തുണി വെച്ചിട്ടോ എടുക്കണേ. ഇനി അതിലേക്ക് ഞാൻ ആ ചീര എല്ലാം ഇട്ട് കൊടുത്തു. ചീര ഇട്ടെങ്കിലും എനിക്കത് ഇളക്കാനുള്ളൊരു സൗകര്യം പാത്രത്തിലില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഉപ്പും ഇട്ടു, ആവശ്യത്തിന് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ ഉപ്പും മഞ്ഞളും ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കുക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ചിട്ട് മാത്രം ഇട്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ മൈക്രോവേവിൽ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂട്രിയൻസ് ഒന്നും നഷ്ടമാവാതെയാണ്, അതിൻ്റെ ഗുണങ്ങളൊന്നും തന്നെ നഷ്ടമാവുന്നില്ല. അപ്പോൾ അതിന് ഓൾറെഡി ഉള്ള നാച്ചുറലായിട്ടുള്ള സോൾട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കെല്ലാം കുറച്ചിട്ടാൽ മതി എന്ന് പറയുന്നത്. ഇതാ 1 മിനിറ്റ് അതും വാടിക്കഴിഞ്ഞു. സ്റ്റീം വന്ന ഉടനെ പുറത്തെടുത്ത് നമ്മൾ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അരപ്പിടേണ്ടവർക്ക് മാത്രമേ ഉള്ളൂ അടുത്ത പ്രോസസ്സ് കേട്ടോ. അല്ലാന്നുള്ളവർക്ക് 2 മിനിറ്റിൽ ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി അരപ്പിടുവാണേ. അരപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ. കാരണം ഇപ്പോൾ ചീരയൊക്കെ വാടിയതുകൊണ്ട് എനിക്കത് മിക്സ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. അപ്പം മഞ്ഞളൊക്കെ നേരത്തെ ഇങ്ങനെ ഇളക്കാതിരിക്കുന്നതുകൊണ്ട് വല്ലാതെ ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമായിട്ടിരുന്നു. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇഷ്ടമുള്ളവർക്ക് മാത്രം ഈ എണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എത്ര കുറച്ച് എണ്ണയാണ് ഞാൻ സ്പ്രേ ചെയ്തെന്ന് കണ്ടല്ലോ. എന്നിട്ട് വീണ്ടും വെച്ചു, വീണ്ടും ലിഡ് വെച്ചു, അടച്ചു. എന്നിട്ട് 1 മിനിറ്റ് 1 മിനിറ്റ് ചിലപ്പോൾ വേണ്ടി വരില്ല, അതിന് മുമ്പ് തന്നെ സ്റ്റീം വരും കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ എടുത്തിട്ട് വളരെ സൂക്ഷിച്ചെടുക്കണം. എടുത്തതിന് ശേഷം അങ്ങനെ തന്നെ അടച്ചങ്ങ് വെച്ചേക്കണം കേട്ടോ. ലിഡ് വെച്ചിട്ട് അതേ ലിഡ് തന്നെ വെച്ചാൽ അടച്ചാലും മതി, അല്ല വേറെ ലിഡ് വേണമെങ്കിൽ മാറ്റി വെച്ചാൽ അന്ന് അടച്ച് വെച്ചേക്കാം. എന്തായാലും 5-10 മിനിറ്റ് അതേ പാത്രത്തിൽ തന്നെ അടച്ച് വെക്കണം. മൈക്രോവേവിൽ എന്ത് കുക്ക് ചെയ്താലും ഇങ്ങനെ അടച്ച് വെക്കണം കേട്ടോ കുറച്ച് നേരം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചീരത്തോരൻ നോക്കി നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരത്തോരനാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഒന്നും ന്യൂട്രിയൻസ് ഒന്നും തന്നെ നഷ്ടപ്പെടാതെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ എങ്ങനെയാണ് ഈ മൈക്രോവേവിൽ തോരനുകളൊക്കെ വെക്കുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.